വൻപയറിട്ട് ഓലൻ വയ്ക്കാം, അല്ലാതെ തന്നെ ഓലൻ വയ്ക്കാൻ പറ്റും. പിന്നെ നമുക്ക് എരിശ്ശേരി, പിന്നെ സാമ്പാറിലടക്കം ഇടാം. പിന്നെ നമുക്ക് പുഴുക്കിലൊക്കെ ഇടാൻ പറ്റും മത്തൻ. അതേപോലെ നമ്മളിപ്പോൾ ഇറച്ചി ഒക്കെ ചിക്കൻ കറി ഒക്കെ വെക്കുന്ന അതേപോലെയാണ് നമുക്ക് ഇപ്പോൾ സോയ ചങ്ക് ഉപയോഗിച്ചിട്ടുള്ള കറികൾ. അതോ മസാലക്കറി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ആ ഒരു ചിക്കൻ കറീൻ്റെ ഒക്കെ അതേപോലെ തന്നെയാണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കായി. അപ്പോൾ നമ്മൾ വ്യൂസ് വിത്ത് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ചെറിയ ജീരകവും തേങ്ങയും കൂടിയും അത് ഇവിടെ അരച്ച് വയ്ക്കാം. അപ്പോൾ മത്തൻ, ഒരു കഷ്ണം മത്തനാണ്. ഇത് അത്യാവശ്യം നല്ല മധുരമുള്ള മത്തൻ തന്നെയാണ്. ഇതിന് വേറൊരു കഷ്ണം ഞങ്ങളെടുത്ത് ഓലം വെച്ച് നോക്കിയിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിയാണിത്. ഇനി അതൊക്കെ ഒന്ന് തോലിയെത്തി വൃത്തിയാക്കാം. ഇതിപ്പോൾ തേങ്ങ അരച്ചാണ് നമ്മൾ കറിയായിട്ട് വയ്ക്കുന്നത്. എരിശ്ശേരി പോലെയൊക്കെ തന്നെ. അപ്പോൾ തോലൊക്കെ ചെത്തി വൃത്തിയാക്കി കഴുകി ഇനി നമുക്കിത് നുറുക്കാണ് വേണ്ടത്. പിന്നെ കനം കുറച്ച് നുറുക്കാം. ഇതാകുമ്പോൾ പിന്നെ മത്തനല്ലേ, അപ്പോൾ പെട്ടെന്ന് വേവും ചെയ്യും. പിന്നെ ഉടയ്ക്കാമല്ലോ നമുക്ക് കറിക്ക്. മത്തൻ അങ്ങനെ ഒരു സൗകര്യമുണ്ട് കറി വയ്ക്കുമ്പോൾ. നമ്മൾ ഈ ചെറിയൊരു കുക്കറുണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ അതിലാണ് നമ്മൾ ഇത് കറി വയ്ക്കുന്നത്. അതിന് കുറച്ചല്ലേ ഉള്ളൂ. മത്തൻ കൂടുതലും ഓലം വയ്ക്കലൊക്കെ ഇതിലാണ് ഞങ്ങൾ. കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്, അധികമൊന്നുമില്ല. ഇനി അത് നമുക്ക് വേവിച്ചെടുക്കാം. ഒന്നും കണ്ട് വെന്ത് വരുമ്പോൾ തന്നെ നമുക്കിതാ മുളക് പൊടി, മഞ്ഞപ്പൊടി അത് ചേർക്കാം. ഉപ്പ് അതും ചേർക്കാം. അത് തന്നെയല്ലേ ഉള്ളൂ. അപ്പോൾ ഇനി ഇത് ഈ പൊടികളൊക്കെ ചേർത്ത് ഇനി ഒന്നുകൂടി വേവിച്ചെടുക്കാം. വെന്തിട്ടുണ്ട്. അത്ര പിന്നെ വേവില്ലല്ലോ, പെട്ടെന്നാവുമല്ലോ. ഇനിയിപ്പോൾ അതിൽ അരച്ച് വെച്ചത് അത് ഒഴിക്കാം. ഇപ്പോൾ കണ്ടോ, നല്ല പാകത്തിനായി. അധികമില്ല, ഞങ്ങൾക്ക് 2 നേരത്തിലുള്ള കറി. ഒക്കെ വെന്ത് ഉടഞ്ഞു മത്തൻ. ഇനിതാ നമുക്ക് കറിവേപ്പില അത് ചേർക്കാം. ഇനിയിപ്പോൾ വെളിച്ചെണ്ണയിൽ കടുകും വറ്റൽ മുളകും അത് താളിച്ച് ചേർക്കാം. അപ്പോൾ അതിവിടെ റെഡിയായി. ഇനിയിപ്പോൾ സോയാ ചങ്ക് വെള്ളത്തിലിട്ട് വെച്ചത്, പിന്നെ ഉള്ളി, കിഴങ്ങ്, തക്കാളി, പച്ചമുളകൊക്കെ ഇവിടെ ഉണ്ട് അതിലേക്കുള്ളത്. ഇപ്പോൾ വെള്ളമൊക്കെ പിഴിഞ്ഞ് കളഞ്ഞ ശേഷം പിന്നെ ഇത് തോലൊക്കെ ചെത്തി കഴുകി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് നുറുക്കലാണ്. അതിലേക്കുള്ള ചേരുവകൾ ഉള്ളി തന്നെ ആയിക്കോട്ടെ ആദ്യം. ഇതിപ്പോൾ നമ്മൾ ചിക്കൻ കറി വയ്ക്കുന്ന പോലെ തന്നെ, ചിക്കൻ കറീൻ്റെയൊക്കെ ആ ഒരു സ്വാദ് തന്നെയാണ് ഇതിന്. സോയാ ചങ്ക് വെച്ചാലും അതേ ചേരുവകളും ആ ഒരു രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഞങ്ങളിത് വെക്കുന്നത്. പച്ചമുളകുണ്ട്, ഒക്കെ വഴറ്റി അങ്ങനെയൊക്കെയാണ് വെക്കുന്നത്. ഇതിപ്പോൾ അധികം കറി രൂപത്തിലല്ല, നമുക്കൊന്ന് വറ്റിച്ച അങ്ങനെ. ഇപ്പോൾ മത്തൻ്റെ കറി ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ അതൊരു വറ്റിച്ച പോലെ അങ്ങനെയാണ് വെക്കുന്നത്. നമ്മളൊരു തോരനൊക്കെ പകരം ഇന്ന് അതാണ് ഒരു കൂട്ട്. കിഴങ്ങും ചേർക്കുന്നുണ്ട്. കിഴങ്ങ് മസാലക്കറിയിൽ നല്ലൊരു പറ്റിയതാണ് കിഴങ്ങ്. അപ്പോൾ നുറുക്കലൊക്കെ കഴിഞ്ഞു, ഒക്കെ ഇവിടെ റെഡിയാക്കി. ഇനി ഇതാ പാത്രത്തിൽ നമുക്ക് വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ട് വഴറ്റാം.
അപ്പോൾ അതൊക്കെ ഒഴിച്ച് ഇനി അത് ചൂടായി വരുന്നതോടുകൂടി നമുക്കിതാ ഉള്ളിയും പച്ചമുളകും നുറുക്കിയത് അത് ചേർക്കാം. ഇതൊന്ന് നന്നാക്കി വഴറ്റിയെടുക്കാം. ഇനി ഇനിയിപ്പോൾ അതിലേക്ക് തക്കാളി നുറുക്കിയത് അത് ചേർക്കാം. പിന്നെ മഞ്ഞപ്പൊടി, മുളക് പൊടി അതും ചേർക്കാം. ഒക്കെ ആവശ്യത്തിന്, അധികം എരിവ് വേണ്ട വെച്ചിട്ടാണ്. പിന്നെ മല്ലിപ്പൊടി അത് ചേർക്കുകയാണ്. ഇതൊക്കെ ഒന്ന് നല്ല പോലെ വഴറ്റി എടുക്കാം. ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കുറച്ച് ഗരം മസാലയും ചേർത്തിട്ടുണ്ട്. ഇനി അതും എല്ലാം കൂടി ചേർത്ത് നന്നാക്കി ഒന്ന് വഴറ്റി കൊടുക്കാം. കിഴങ്ങ് നുറുക്കിയത് ചേർക്കാം. പിന്നെ ഇതാ സോയാ ചങ്കിൻ്റെ വെള്ളമൊക്കെ പിഴിഞ്ഞ് കളഞ്ഞതാണ്. ഇനിയിപ്പോൾ നമുക്കിതിൽ ഉപ്പ് ചേർക്കാം. ഇനിയിപ്പോൾ ഇതാ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. നല്ലപോലെ ഇളക്കിയൊക്കെ കൊടുത്ത ശേഷം അടച്ചു വെച്ച് വേവിക്കാം. അതിവിടെ വേവട്ടെ. ഇപ്പോൾ ഇതാ നല്ലപോലെ വെന്തിട്ടുണ്ട്. നമ്മൾ ഇടയ്ക്കൊന്ന് എടുത്ത് ഇളക്കി കൊടുത്തിരുന്നു. ഇപ്പോൾ ഇതാ കണ്ടോ, ശരിക്കും മുഴുവൻ എല്ലാം വെന്തിട്ടുണ്ട്, കഷ്ണങ്ങളൊക്കെ. കറിവേപ്പിലിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ഇവിടെ അത് റെഡിയായി, ഊണ് കഴിക്കുകയായി. മത്തൻ്റെ കറി കണ്ടോ, വെള്ളമൊക്കെ വറ്റി. വെള്ളമില്ല മത്തൻ്റെ കറിയിൽ, എരിശ്ശേരി പോലെ തന്നെ ഉണ്ട്, വറ്റിയിട്ടുണ്ട്. പിന്നെ ഇതാ സോയാ ചങ്കിൻ്റെ എല്ലാം വെള്ളമില്ലാത്ത കുറുകിയ കറികൾ തന്നെയാണ് ഇന്ന്. പിന്നെ പപ്പടം കാച്ചിയതുണ്ട് അമ്മയ്ക്ക്. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഇന്നത്തെ നമ്മളെ വിഭവങ്ങൾ. മത്തൻ്റെ കറി അതും നല്ല മധുരമുണ്ട്, മധുരമുള്ള മത്തനാണ് അതും. പിന്നെ ഇത് എരിവുള്ളതാണ്, നല്ല ചേർച്ച ചെയ്യും. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയായി. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം.